ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തെ സ്നേഹം എന്ന് അറിയിക്കുന്നു. വിശുദ്ധ നൊയമ്പിന്റെ 5ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ച നമ്മൾ വചനം ഒരുമിച്ച് ചിന്തിച്ചു. വീണ്ടും 5ാമത്തെ ആഴ്ച. ഇന്നത്തെ ഈ ആഴ്ചത്തെ പ്രത്യേകത കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം തൊട്ട്, ദേവാലയം വിട്ടുപിരിയാതെ കൂനിയായ ഒരു സ്ത്രീയെ ദേവാലയത്തിൽ കടന്നു നിന്നപ്പോൾ യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ്. അത് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. 4ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ബുധനാഴ്ച പാതിനോയമ്പായിരുന്നു. പാതിനോയമ്പിന് എന്തിനാണ് ദേവാലയത്തിന്റെ മധ്യഭാഗത്ത് ഗോൽഗോഥ നാട്ടുന്നെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പലയിടത്തിലും ഞാൻ ചോദിക്കുവാനിടയായി. അപ്പോൾ അവർ പറഞ്ഞത് ഓരോ വൈദികരുടെ കാലത്തും ഇങ്ങനെ വയ്ക്കുന്ന ഒരു അനുഭവം എന്നാണ്. പ്രിയരെ, വൈദികർ വെക്കുന്നതല്ല, ദൈവവചനം എന്നും നിലനിൽക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവാലയ ആരാധന നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 സുവിശേഷത്തിന്റെ കീ വേർഡ്സ് അല്ലെങ്കിൽ കീ സെന്റൻസ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് കീ വേഴ്സായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 14-ാം വാക്യത്തിൽ പറയുന്നത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എന്തിനാണ് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത്? പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. പഴയ നിയമത്തിൽ നിഴലായി പറഞ്ഞ എല്ലാം പുതിയ നിയമത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് തയ്യാറായി എന്നുള്ളതാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇത് 1-ാം ഇസ്രായേലിനെ നടത്തിയ മോശയ്ക്കും തന്റെ സഹോദരനായ അഹരോനും വിരോധമായി സംസാരിച്ചു. ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവരനുഭവിച്ച യാതനകളും വേദനകളുടെയും നടുവിൽ ജനം മോശയോട് പിറുപിറുത്തെന്നാണ് പറയുന്നത്. മോശയോട് ജനം പിറുപിറുത്തപ്പോൾ മോശ ഈ പിറുപിറുപ്പെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ അവർക്ക് ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, വേണ്ടതെല്ലാം കൊടുത്തു. മരുഭൂമിയിൽ കൈമെടുക്കോടെ നടത്തിയെന്ന് നമ്മൾ ചിന്തിക്കുന്നു, ദൈവവചനം വായിക്കുന്നു. മോശയോട് ഇസ്രായേലിന് ചോദിക്കുന്നു, മരുഭൂമിയിൽ അവിടെ ശവക്കുഴി ഇല്ലാതിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അവിടെ ഞങ്ങൾക്ക് സമൃദ്ധമായ ആഹാരം, ചുറ്റുള്ളി, ഗോവയ്ക്ക എല്ലാം ഭക്ഷിപ്പാറുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്തപ്പോൾ ദൈവത്തിന്റെ കോപം തന്റെ മക്കളുടെ മേൽ വർഷിച്ചു. അഗ്നിസർപ്പത്തെ വിട്ട് തന്റെ ജനത്തെ കടിക്കുവാൻ തക്കവണ്ണം ദൈവം നിയോഗമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശയ്ക്കും തന്റെ അഭിഷേകത്തിനും എതിരായി സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ കോപങ്ങളുടെ മേൽ വന്നു, അഗ്നിസർപ്പത്തെ വിട്ട് അവരെ കടിപ്പിച്ചു. എന്നാൽ ദൈവം മോശയോട് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയെ പറഞ്ഞു, മോശേ, നീ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന്റെ പുറത്ത് കൊടിമരത്തിൽ നാട്ടുക. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ ജനം പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടും എന്ന് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതനുസരിച്ച് മോശ ചെയ്തു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ ജനം പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് 2-ാം ഇസ്രായേലാകുന്ന എന്നെയും നിങ്ങളെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി. അതുകൊണ്ടാണ് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
അതുകൊണ്ട് കാൽവറിയുടെ മേട്ടിന് പുറത്ത് കാൽവറിയിൽ കുരിശയില് നോക്കുമ്പോൾ നമുക്ക് രക്ഷയുണ്ട്. രക്ഷിപ്പാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ക്രൂശിനെ നോക്കി രക്ഷ പ്രാപിപ്പാൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവെങ്കിൽ നമ്മുടെ പാപശാപങ്ങളെ രോഗങ്ങളെ നീക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറി യാഗമായി. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിന്റെ കണ്ണിന് പോയി വരച്ചു വിട്ടിരിക്കുക, നിന്നെ ശുദ്ധി ചെയ്ത് മയക്കുകയാരെന്ന് ഗലാത്യ ലേഖനം 3:1 പറയുന്നുവെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് വേണ്ടി, നമ്മളെ ഉദ്ധരിക്കുവാൻ. അതിന്റെ നാന്ദിയായിട്ടാണ്, അതിന്റെ പൊരുളായിട്ടാണ് പാദ്യമോകുമ്പോൾ ദേവാലയത്തിന്റെ മധ്യഭാഗത്ത് ഗോൽഗോത്തായും സ്ലീബ നാട്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവൻ നമുക്ക് വേണ്ടി ഉയർത്തിയത് കൊണ്ടാണ് നമ്മൾ ദൈവികമായ അനുഗ്രഹത്തിൽ ക്രൂശിൽ പ്രാഗൽഭ്യമുള്ളതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ 5ാമത്തെ ആഴ്ചയിലെ വേദഭാഗന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം. അവൻ ഈ ശബ്ദത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. പ്രിയപ്പെട്ടവരെ, 18 സംവത്സരമായി നൂറുവാൻ വല്ലാതെ കൂനിയുടെ പ്രത്യേകത നമുക്കറിയാം. നട്ടലിൽ വളഞ്ഞ അനുഭവമാണ് കൂന്. ആ കൂനുള്ളവർ എപ്പോഴും നോക്കുന്നത് ഭൂമിയിലേക്കായിരിക്കും. മേപ്പോട്ട് നോക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അവർ ഭൂമിയിലേക്ക്, അതായത് പോർക്കിന്റെ അനുഭവ സ്വഭാവമാണ് കൂനികളുടെ ലക്ഷണം. ഭൂമിയിലേക്ക് നോക്കി ജീവിച്ച അനുഭവത്തിൽ. പക്ഷെ അവൾ കൂനി വെച്ചോണ്ട് ദേവാലയത്തിൽ പോവുക എന്നുള്ളത് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. നമുക്ക് നിസാര കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പള്ളി പോകത്തില്ല, പ്രാർത്ഥന മാറ്റിവെക്കുന്നതൊക്കെ ആത്മീയത്തിന്റെ കാര്യങ്ങളാണ് മാറ്റിവെക്കുന്നത്. ഇത് ആ കൂനം വെച്ചുകൊണ്ട് അവൾ പള്ളിയിൽ പോയി. അതുകൊണ്ട് അതൊരു ശബത്തില് പള്ളിയിൽ പോയി. അവൾ ഇരിക്കുന്നത് ആര് കണ്ടു? യേശു കണ്ടു. 18 സംവത്സരം കൊണ്ട് വയ്യാതിരുന്നിട്ടും അവൾ ദേവാലയത്തിൽ പോയി. എന്നാൽ അവൾക്ക് സൗഖ്യം കൊടുക്കണം എന്നുള്ള ദൈവ നിയോഗമായതുകൊണ്ട് യേശു അവളെ അടുക്ക് വിളിച്ചു. രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവൾ എന്നും കൂനിയായി നടന്നു പോയതുപോലുള്ളൊരു അനുഭവമല്ല. ആ പ്രാവശ്യത്തെ സൗഖ്യം ദൈവത്തിന്റെ ദാനമായിട്ട് അവൾക്ക് ലഭിച്ചു. ഇത്രയും കാലം ദേവാലയത്തിൽ എല്ലാവരും കണ്ടെങ്കിൽ ആ കാണുന്ന അനുഭവം പോലെ അല്ല. പക്ഷെ യേശു അവളെ കണ്ടു. നമ്മൾ എവിടെ ആയിരുന്നാലും, ദേവാലയത്തിലായാലും ഭവനത്തിലായാലും നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സക്കായി അത്തിയുടെ മുകളിൽ ഇരിക്കുന്നത് യേശു കണ്ടു. സക്കായെ ബന്ധപ്പെട്ടിറങ്ങിയതാന്ന് പറഞ്ഞു, ഇന്നു ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാവും. നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് അവിടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കൊരു വിരാമമിട്ടു. യേശുവിനെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ വന്നതുപോലെയല്ല, സന്തോഷത്തോടെ സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എങ്കിൽ, നമ്മുടെ പാപത്തിന്റെ കൂന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഭൂമിയിലേക്ക് നോക്കുന്ന കൂനിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമായി വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മളെ കാണുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. രോഗബന്ധനം അഴിക്കുവാനും സൗഖ്യം തരുവാനും കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളത് എന്റെ കണ്ണ് നിങ്ങളിലേക്ക് ഉയർത്തുന്നു. ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസയുടെ കണ്ണ് യജമാനത്തിന്റെ കരങ്ങളിലേക്കെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു എന്ന് സഹോദരക്കാരൻ പറയുന്നു. ഇതുയർന്ന സ്ഥലത്തിൽ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും ലഭിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്, ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്. സ്തേഫാനോസ് സൂചിപ്പായുന്ന കല്ലേറിന്റെ നടുവിലും സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രന്റെ പുരാനെ കണ്ടു എങ്കിൽ പ്രാർത്ഥനാ ജീവിതം
ഇത് നമ്മുടെ നിരാശ അനുഭവത്തിൽ, വേദനയുടെ അനുഭവത്തിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് നോക്കുവാനുള്ളത് സ്വർഗത്തിലേക്കാണ്, നമ്മുടെ യേശുവിലേക്കാണ് നോക്കുന്നുവെങ്കിൽ നമുക്ക് പൂർണ്ണമായ വിടുതല് ദൈവം തരുമെന്നുള്ള കാര്യം സംശയമില്ല. അവർക്ക് സൗഖ്യം കിട്ടും, അവരുടെ രോഗബന്ധനങ്ങളെ അഴിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. പ്രിയപ്പെട്ടവര്, ആ ദിവസത്തെ ഓർക്കുന്നതാണ് 5-ാമത്തെ ഞായറാഴ്ച. അതുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കുന്ന, ഭൂമിയുമായിട്ട് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചില ബന്ധനങ്ങളെ ആസ്തമാറ്റിക്കൊണ്ട് ദൈവത്തിലേക്ക് നോക്കുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ഈ ഭൂമിയിലുള്ളവരല്ലല്ലോ ഞങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ഞങ്ങളുടെ കണ്ണെപ്പോഴും നിങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ തമ്പുരാനെ സഹായിക്കണമേ. 18 സംവത്സരമായി കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു കർത്താവേ. ഞങ്ങളുടെ പാപത്തിന്റെ കൂനുകളെ ഞങ്ങളിൽ നിന്ന് മാറ്റി ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി നാട്ടപ്പെട്ട കുരിശില് എൻ്റെ കർത്താവ് കുരിശിൽ തൂങ്ങി ആദ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ മുഖം പ്രകാശമുള്ളവരായി ഈ നാളുകളിൽ ജീവിപ്പാൻ ഈ നൊയമ്പിന്റെ കാലയിൽ സഹായിക്കണമേ. ഞങ്ങളുടെ ബാബാ തിരുമേനിക്ക് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. തുറന്ന് സൗഖ്യ ആരോഗ്യം ബലവും കൽപ്പിക്കണമേ. എല്ലാ കഷ്ടങ്ങളിൽ കൂടി രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. വേർപാടി ദുഃഖിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പം കടപ്പെട എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കുറവുകളൊക്കെ ക്ഷമിക്കണം. സകലതും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.